വരട്ടെ. നേരത്തെ വന്നതാണ്, പക്ഷെ ഇപ്പോൾ വരണം. നമുക്ക് എന്ത് സംഭവങ്ങളും പുതുതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉടനെ പോയിട്ട് ചേച്ചിയുടെ അടുത്ത് പറയും. ഞങ്ങൾ ദേപ്പുട്ട് എന്ന റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ടുള്ള ആശയം പറഞ്ഞപ്പോൾ ചേച്ചി ഞങ്ങളിങ്ങനൊരു ഇത് തുടങ്ങുകയാണ്, അപ്പോൾ അതിൽ ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ ഉടനെ തന്നെ ആൾ വന്നു. ഉദ്ഘാടനം ഞങ്ങൾ 5 സുഹൃത്തുക്കളുടെ അമ്മമാർ ചേർന്നാണ്. അതിൽ ഒരാളുടെ അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അമ്മയാണ്, ഇനി നിൻ്റെയും കൂടി അമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ട് ചേച്ചി ആ സ്ഥാനത്ത് നിന്നിട്ട് ഉദ്ഘാടനം ചെയ്തു, വിളക്ക് കത്തിച്ചു. അതിനുശേഷം കാലിക്കട്ട് ഇതുപോലെ തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ദേപ്പുട്ട് റെസ്റ്റോറൻറ്റ് ആസ്ഥാന ഉദ്ഘാടകയാണ്. അപ്പം അതുകൊണ്ട് ബ്രിട്ടാസ്ജി ഒരു കാര്യം ചേച്ചിയുടെ ഇന്ന് സത്യം ചെയ്ത് വാങ്ങിക്കണം, ഈ ഉദ്ഘാടക വേറെ റെസ്റ്റോറൻറ്റുകളൊന്നും ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല, ദേപ്പുട്ടിൻ്റെ മാത്രം അസറ്റാണ് എന്നുള്ളതൊന്നും ഒരു സത്യം വാങ്ങിച്ചേക്കണം. അല്ല, ഞാൻ പോകാറില്ല. ഞാൻ ദിലീപിന്റെ ഇതിന് ചില്ലറ പൈസ കിട്ടുന്നത് മുടക്കണോ? അല്ല, അതല്ല, അങ്ങനെ പറയാൻ പറ്റും. പറഞ്ഞു കേട്ടില്ല വേറെ സ്ഥലത്തുനിന്ന് പോരുന്ന്. അത് ഞാൻ പോകാറുണ്ടല്ലോ, അതാണ് പറഞ്ഞിട്ടല്ലല്ലോ. കാശ് കിട്ടുന്ന സ്ഥലത്ത് പോകും ടാസ്, അല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്താ കുടുംബസ്വത്തൊന്നും ഇല്ല. വല്ലതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടിയാലല്ലേ ചില്ലറ പൈസ. ദിലീപ് ക്ഷമിക്കണം. എന്താ കാരണം വെച്ചാൽ, അല്ലെങ്കിൽ ദിലീപ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാസം ഒരു 2 ലക്ഷം രൂപ ലളിത് ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ പറഞ്ഞ് തരാറുണ്ട് എനിക്ക്. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം. എൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനൊന്ന് മനസ്സ് വിഷമിക്കുകയോ എന്തെങ്കിലും എൻ്റെ കണ്ണ് നിറയുകയോ ചെയ്താൽ അപ്പം വിളിക്കും ദിലീപ് എന്നെ. എന്താ ചേച്ചി? ഒന്നുമല്ല, എൻ്റെ മോടെ കല്യാണം ഓർത്ത് വെച്ചിട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം, അല്ല നിശ്ചയത്തിൻ്റെ തലേ ദിവസം ഒരു പൈസയില്ല വീട്ടിൽ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, എൻ്റെ കസിൻ ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ അവളുടെ മാല കൊണ്ടുവരാൻ പിറ്റേ ദിവസം കല്യാണ നിശ്ചയത്തിന് ഇടാനെന്ന് പറഞ്ഞിട്ടിരുന്ന അന്ന് ദിലീപ് എനിക്ക് പൈസ കൊടുത്തയച്ചു വീട്ടിൽ. ആരും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. കൊണ്ട് തന്നത് സുരേഷാണ്, മേനകയുടെ ഹസ്ബൻഡ് സുരേഷാണ്. അപ്പോൾ പോയി അപ്പം തന്നെ പോയി ഒരു ആഭരണം, അതേപോലെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാശൊക്കെ റെഡി ആയോ മുതലാളി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ആയില്ല ദിലീപ്, ഇതാ ഇപ്പം അങ്ങോട്ട് വരും ഒരാളെന്ന് പറഞ്ഞു. പറയാൻ പറ്റാത്ത അത്രയും പൈസ എനിക്ക് കൊടുത്തയച്ചു. ഈ കടമൊന്നും വീട്ടാൻ പറ്റില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ ഇതുവരെ അതൊട്ട് കൊടുത്തിട്ടുമില്ല, വേണമെന്ന് ഞാനും ചോദിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം വേറെ എന്താണെന്നറിയില്ല, കഴിഞ്ഞ ജന്മത്തെ സുഹൃത്തോ എന്താണെന്നറിയില്ല, എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് വിളിച്ച് പറയും. ഞാനും അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദിലീപിനെ വിളിക്കാത്ത ദിവസങ്ങളില്ല.